إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പല രൂപത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി സൗഖ്യവും ക്ഷേമവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രക്ഷിതാക്കളെന്ന നിലക്ക്, മാതാപിതാക്കളെന്ന നിലക്ക് നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന, നമ്മെ ആശങ്കയിലാഴ്ത്തുന്ന നിരവധി സംഭവ വികാസങ്ങൾ നടന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങളും നടമാടുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത്, മക്കൾ എന്നുള്ളത് ഓരോ രക്ഷിതാവും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത കൽപ്പിക്കുന്ന, പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു വിഭാഗമാണ് തങ്ങളുടെ സന്താനങ്ങൾ എന്നുള്ളത്. ആ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നുണ്ടെങ്കിൽ അവരുടെ ദീൻ, അവരുടെ ഇസ്ലാം മാറ്റിവെക്കേണ്ടി വരിക, അതല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള മക്കൾ
ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരിക. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ആരും അറിയാതെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക. ഇങ്ങനെ നിരവധി നമ്മെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകൾ നമ്മളൊക്കെ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മറുഭാഗത്ത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ചില ചിത്രങ്ങളും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. നിരവധി വർഷങ്ങൾക്ക് ശേഷം, കഠിനമായ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്ന ചില തടവുപുള്ളികളായി അന്യായമായി തടവിൽ അടക്കപ്പെട്ട ചില ആളുകളുടെ രംഗങ്ങൾ, ഗസയിലേക്ക് മടങ്ങിയെത്തിയ ചില പിതാക്കന്മാര്, ചില ഭർത്താക്കന്മാര്, ചില ആളുകൾ 24 വർഷത്തിന് ശേഷമാണ് തന്റെ ഭാര്യയെ കാണുന്നത്, സ്പർശിക്കുന്നത്. ചില ആളുകൾ ജനിച്ചപ്പോൾ പോയതാണ്, ആ കുഞ്ഞ് വലുതായിട്ടുണ്ട്, വലിയ മനുഷ്യനായിട്ടുണ്ട്, ഇപ്പോഴാണ് ആ കുഞ്ഞിനെ തിരികെ കാണുന്നത്. കരളലിയിപ്പിക്കുന്ന നിരവധി അത്തരം രംഗങ്ങൾ ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ആ സമയത്ത് ആ ആളുകൾ പറയുന്ന ചില വർത്തമാനങ്ങൾ, സംഭാഷണങ്ങൾ ശാരീരികമായി അവരെ വേദനിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായി അവരെ തളർത്താൻ എല്ലാ ദിവസവും അവരോട് പറയാറുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ ഇന്ന മക്കളെ ഈ രൂപത്തിലൊക്കെ നാം നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയോട്, ഇണയോട് ഇന്ന പ്രവൃത്തികൾ ഞങ്ങളുടെ പട്ടാളക്കാരെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും അവരോട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ അത് ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ സാധിക്കാത്ത വണ്ണം അവരുടെ മനസ്സിൽ അത് ഉറപ്പിക്കപ്പെട്ടിരുന്നു. ആ ആളുകൾ അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ മരിച്ചുപോയെന്ന് കരുതിയ തങ്ങളുടെ മക്കളെ, പിഞ്ചോമനകളെ, മരിച്ചുപോയെന്ന് കരുതിയ തന്റെ പ്രിയതമയുടെ ശബ്ദം കേൾക്കുകയാണ്. അവരെ നേരിട്ട് കാണുകയാണ്. അവരവിടെ സ്തംഭിച്ചു പോവാണ്. ഒരുപാട് നേരം അവരവിടെ സ്തംഭിച്ചു നിൽക്കുന്ന രംഗങ്ങൾ. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ എന്ന നിലക്ക്, ദമ്പതികൾ എന്ന നിലക്ക് അത്തരം രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ എത്ര വലിയ ഒരു അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്നുള്ളത്, മക്കള് എന്നുള്ളത്, ഭാര്യമാര് എന്നുള്ളത്, കുടുംബം എന്നുള്ളത്. അവരില്ലാത്ത ഒരു ലോകത്തെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. നമ്മുടെ മക്കളില്ലാത്ത ഒരു ലോകം, നമ്മുടെ ഭാര്യമാരില്ലാത്ത ഒരു ലോകം, നമ്മുടെ മാതാപിതാക്കളില്ലാത്ത ഒരു ലോകം, ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത, അളക്കാൻ കഴിയാത്ത, അള്ളാഹുവിനോട് പൂർണ്ണാർത്ഥത്തിൽ നന്ദി രേഖപ്പെടുത്താൻ കഴിയാത്ത അവൻ നമുക്ക് നൽകി അനുഗ്രഹിച്ച ഒരു അനുഗ്രഹമാണ് കുടുംബം എന്നുള്ളത്. അതിൽ തന്നെയും വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്താനങ്ങൾ എന്നുള്ളത്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം. അതിനു മുന്നേ നാം തിരിച്ചറിയേണ്ടത് എത്ര വലിയ അനുഗ്രഹമാണ് ഈ സന്താനങ്ങൾ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവന്റെ റഹ്മത്തായും അവന്റെ ബറക്കത്തായും ഐശ്വര്യമായും നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്നുള്ളത്. പല പ്രവാചകന്മാരും ഏറെ ആഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, വാർദ്ധക്യത്തിൽ അവർക്ക് ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന നിരവധി രംഗങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തൊക്കെയും ആ സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില ദൂതന്മാരെ അയച്ചുകൊണ്ടും അല്ലാതെ നേരിട്ടും ആ പ്രവാചകന്മാരെ ആശീർവദിക്കുന്നതായും അഭിനന്ദിക്കുന്നതായും അനുമോദിക്കുന്നതായും പുകഴ്ത്തുന്നതായും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് വലിയൊരു ബഹുമതിയാണ്. നിങ്ങൾ രക്ഷിതാക്കളാവുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന വലിയൊരു ബഹുമതിയാണ്. അള്ളാഹു നിങ്ങളോട് ചെയ്യുന്ന വലിയൊരു ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചെയ്യുന്ന റഹ്മത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് ഇസ്ഹാഖ് അലൈഹിസ്സലാമിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വരുന്ന ആ ദൂതന്മാരെ സംബന്ധിച്ചുള്ള വിവരണം ഖുർആനിൽ നിരവധി ഇടങ്ങളിൽ കാണാൻ കഴിയും. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റാ, സന്തോഷ വാർത്തയുമായി നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അടുക്കിലേക്ക് എത്തിയ ആ രംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വളരെ വിശദമായിട്ട് അതിനെ വിവരിക്കുകയാണ്. ആ സമയത്ത് ആ ഭവനത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളും
ആ വാർത്ത കേൾക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഭാര്യ സാറയുടെ മുഖത്ത് പ്രകടമാകുന്ന ഭാവമാറ്റങ്ങൾ പോലും ഒപ്പിയെടുത്തുകൊണ്ട് ഖുർആൻ അത് നമുക്ക് വിവരിച്ച് നൽകുന്നത് അത് അത്രമാത്രം പ്രാധാന്യത അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മെ അറിയിക്കാനാണ്. സന്താനങ്ങൾ വരിക, നമ്മിലൂടെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഭൂജാതനാകാൻ പോവുക, നമ്മിലൂടെ ഒരു പുതിയ തലമുറക്ക് തുടക്കം കുറിക്കപ്പെടുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ മഹാത്മ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അതില് ഒരർത്ഥത്തിലുള്ള പങ്കും നമുക്കില്ല. അത് അല്ലാഹുവിന്റെ കരുണ കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സന്താന ലബ്ധിക്കുള്ള അനുഗ്രഹം ലഭിച്ച ആളുകളോട് അവരോട് അറവ് നടത്തണമെന്നും അത് ആളുകൾക്ക് വിതരണം ചെയ്യണമെന്നും ആളുകൾക്ക് അതിൽ നിന്ന് ഭക്ഷിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞത് വളരെ മുഅക്കദായ ഒരു സുന്നത്താണത്. നിങ്ങൾക്ക് കുട്ടിയെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറവ് നടത്തണം, അഖീഖ അറുക്കണം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതേപ്പറ്റി പറയുന്നുണ്ട്. കാരണം ഫീഹി ഇദ്ഹാറുൽ ലിസ്സുറൂർ, അതിൽ സന്തോഷ പ്രകടനമുണ്ട്. അത് നമ്മൾ ആഘോഷിക്കേണ്ട, നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു അനുഗ്രഹമാണ്. അത് സന്തോഷ പ്രകടനമാണ്. വശുക്റുൻ ലില്ലാഹി അലാ നിഅമ, അത് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിനു അവന് ശുക്ർ രേഖപ്പെടുത്തലാണ്. അതിനുമപ്പുറത്തേക്ക് നിലവിലുള്ള കുടുംബ ബന്ധങ്ങളുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കലാണ്. ഇതൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വലിയ പ്രാധാന്യത കൽപ്പിച്ചതെന്ന് കാണാൻ കഴിയും. ഇമാം അഹ്മദ് റഹിമഹുല്ലയെ പോലെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെയുള്ള പല പണ്ഡിതന്മാരും അതിന്റെ ഗൗരവത്തെ കുറിക്കാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി അറവ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി അറവ് നടത്തണം എന്ന് അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ഗൗരവപ്പെട്ടൊരു കാര്യം. കാരണം ആ അർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കണം. വിശ്വാസികൾ എന്ന നിലക്ക് അതിൽ നാം സന്തോഷിക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം, നമ്മൾ ആനന്ദിക്കണം. ആ ആനന്ദം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യണം. ഇത് എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത അള്ളാഹുവിന്റെ അപാരമായ ഇടപെടലിലൂടെ മാത്രം സാധിച്ച ഒരു അത്ഭുതമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വിശുദ്ധ ഇസ്ലാം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് നമ്മൾ ഉടമപ്പെടുത്തുന്ന എന്തോ ആണെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതാണ്, നമ്മുടെ ഉടമസ്ഥതയിലുള്ള എന്തോ ഒന്നാണ് എന്ന വലിയൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. എന്നാൽ അത് അള്ളാഹുവിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. നമ്മളിലൂടെ അവർ ഈ ലോകത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ ഖൽഖാണ്. അള്ളാഹു ആണ് അവരുടെ ഖാലിഖ്, അള്ളാഹു ആണ് അവരുടെ റബ്ബ്. ഒരർത്ഥത്തിലുള്ള ഉടമസ്ഥാവകാശവും അവരുടെ വിഷയത്തിൽ നമുക്കില്ല. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ് അവര്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സൂക്ഷിപ്പ് മുതലാണത്. ഒരു പക്ഷേ നമ്മുടെ ബീജം അതിന് കാരണമായെന്നിരിക്കാം, നമ്മുടെ ഗർഭപാത്രം അതിന് പാത്രമായെന്നിരിക്കാം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, ഒരു ബീജത്തിൽ നിന്ന് നാമാണ് അവനെ രൂപകൽപ്പന ചെയ്തത്, നാമാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് അവൻ ഓർക്കുന്നില്ലേ? من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى. അവനെ ഒരു ബീജത്തിൽ നിന്നൊരു അണ്ടമാക്കി മാറ്റുന്നതും അതിൽ നിന്നൊരു മാംസമിണ്ടമാക്കി മാറ്റുന്നതും ആ പിന്നീട് ആ ഗർഭാശയത്തിൽ നിശ്ചിത കാലഘട്ടം, നിശ്ചിത സമയം അവിടെ അവനെ താമസിപ്പിക്കുന്നതും അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ അവന് വല്ല സംശയമുണ്ടോ? സുമ്മ നുഖ്രിജുകും തിഫ്ല, നിങ്ങൾ ഓരോരുത്തരെയും ഒരു കുഞ്ഞായിക്കൊണ്ട് ഈ ഭൂലോകത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നവനും അവനാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇതിൽ വല്ലതിലും നിങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? യഖ്ലുഖുകും ഫീ ബുത്തൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഘട്ടം ഘട്ടമായി രൂപകൽപ്പന ചെയ്തവൻ ആരാണ്? ദാലികുമുല്ലാഹു റബ്ബുക്കും, അത് മറ്റാരുമല്ല നിങ്ങളുടെ റബ്ബായ അള്ളാഹുവാണ്. നിങ്ങളെ രൂപകൽപ്പന ചെയ്തവനെന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കളെ രൂപകൽപ്പന ചെയ്തവനും അവനാണ്. നിങ്ങളുടെ മക്കളെ ഘട്ടം ഘട്ടമായി നിങ്ങളുടെ ഗർഭാശയത്തിൽ വെച്ച് രൂപകൽപ്പന ചെയ്തത്, സൃഷ്ടിച്ചത് അത് ആ റബ്ബാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലെ പങ്കുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന ഒരു അർത്ഥം കൂടി അതിലുണ്ട്. നമുക്ക് സാധാരണ പറയാറുണ്ടല്ലോ, ഒരു കലയെ നമ്മൾ ആദരിക്കുമ്പോൾ ആ കലാകാരനോട് കൂടിയാണ്, ആ കലാകാരനുള്ള ഒരു ആദരവ് കൂടിയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ആ സൃഷ്ടികളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ അനാദരിക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനെയാണ് നമ്മൾ അനാദരിക്കുന്നത്, പടച്ചവനോടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് സന്താനങ്ങൾ എന്നുള്ളത്. നമുക്കൊരു കയ്യുകടത്തലുമില്ലാതെ
നമ്മുടെ യാതൊരു പങ്കുമില്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ആ അനുഗ്രഹത്തെ വിലമതിക്കാൻ നമുക്ക് കഴിയണം, അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഫാത്തിറിലെ 11-ാമത്തെ ആയത്ത്. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജ. നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങളെ ബീജത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, നിങ്ങളെ ഇണകളാക്കിയവനും അല്ലാഹുവാണ്. അതിനുശേഷം അല്ലാഹു പറയാണ്, വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി. ഈ ലോകത്ത് ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല. വമാ തഹ്മിലു മിൻ ഉൻസ, ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല. വലാ തദഅ, ഒരു സ്ത്രീയും പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമി, പൂർണ്ണാർത്ഥത്തിലുള്ള അവന്റെ അറിവോടുകൂടിയല്ലാതെ, അവന്റെ അനുവാദത്തോടുകൂടിയല്ലാതെ ഒരാളും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി പറഞ്ഞ തൊട്ടുടനെ, അവരുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു പറയുന്ന ഒരു കാര്യം, വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുഖസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ്. അവരുടെ ആയുസ്സിനെ സംബന്ധിച്ചാണ് പടച്ചവൻ പറയുന്നത്. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ല നിങ്ങൾക്ക് പങ്കില്ലാത്തത്, അതിന്റെ സൃഷ്ടിപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് പങ്കില്ലാത്തത്, അവരുടെ ആയുസ്സും നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ തൊട്ടുടനെ അവരുടെ ആയുസ്സിനെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ ആലോചിക്കുന്നുണ്ട്. അതേപ്പറ്റി അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ അനുഗ്രഹത്തെ ഏറ്റവും നന്നായി വിലമതിക്കാൻ നമ്മെ സഹായിക്കുന്നത് ആ ഒരു ചിന്തയാണ്. ഈ അനുഗ്രഹം ഇത് എന്റെ കഴിവ് കൊണ്ട് ലഭിച്ചതല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് തിരികെ പോകുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഇതിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ദിവസവും ഈ അനുഗ്രഹം എന്നിൽ നിന്ന് അകന്നു പോയേക്കാം, ഏത് ദിവസവും ഞാൻ ഈ അനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോയേക്കാം. ആരുടെ ആയുസ്സും അതിനെ സംബന്ധിച്ചുള്ള വിവരവും നമുക്ക് ആർക്കുമില്ല. അത് അള്ളാഹുവിന്റെ കിതാബിൽ മാത്രമാണുള്ളത്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാത്രമാണ് അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ മക്കളോട് വർത്തിക്കുക. ഏത് ദിവസവും നിങ്ങളുടെ അവസാന ദിവസമായേക്കാം, ഏത് ദിവസവും നിങ്ങളെ അവർക്ക് നഷ്ടമായേക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ നഷ്ടമായേക്കാം. അതൊരു യാഥാർത്ഥ്യമല്ലേ? എത്ര തന്നെ നമ്മൾ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. ഒരു മരണത്തിന് ശേഷം എനിക്ക് ജീവൻ തിരികെ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നൊരു പ്രാർത്ഥന. കാരണം ഒരു ദിവസം വീണ്ടും നമ്മൾ ജീവിക്കുകയാണ്. ആ ജീവിതം അള്ളാഹുവാണ് നമുക്ക് സമ്മാനിച്ചത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഈ ദിവസം നാം ഉറക്കമുണർന്നത്. എത്രയെത്ര ആളുകൾ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ട് ഇന്ന് ഉണർന്നിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമല്ലേ? അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതം തിരികെ നൽകിയിരിക്കുന്നു. ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോഴതാ നമ്മുടെ മക്കളും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്, നമ്മുടെ ഭാര്യ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആരാണ് അവർക്ക് ആ ജീവിതം നൽകിയത്? വീണ്ടും അവരെ അനുഭവിക്കാനും അവരെ കാണാനും അവരെ ആസ്വദിക്കാനും അവരെ കൺകുളിർക്കെ കാണാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകിയത് ആരാണ്? ആരാണ് അവർക്ക് ആ ജീവൻ നൽകിയത്? നമ്മളാണോ? ഒരിക്കലും അല്ല, അള്ളാഹുവാണ് അവർക്ക് ആ ജീവൻ നൽകിയത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിലമതിക്കണം, അതിനെ നാം ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് എന്നതാണ്. നമുക്ക് ചില അതികഠിനമായ പരീക്ഷണത്തിന് വിധേയരായ ചില മാതാപിതാക്കളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ചെറുപ്രായത്തിൽ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു പോയ ചില മാതാപിതാക്കൾ, ആ വേദന എന്നുള്ളത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ്. ആ മാതാപിതാക്കൾ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ മക്കളെ പറ്റി ചിലപ്പോൾ ആളുകളോട് പറയും. പക്ഷേ അവരൊരിക്കലും അവരുടെ ഒരു ന്യൂനതയും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്റെ മകന് ഇങ്ങനൊരു കുറവുണ്ടായിരുന്നു, അവന് പഠിക്കാൻ മോശമായിരുന്നു, അവൻ അത്ര കഴിവില്ലാത്തവനായിരുന്നു എന്നിങ്ങനെയുള്ള ന്യൂനതകൾ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷെ അവരെന്താണ് പറയുക? അവർ നൽകിയ സന്തോഷത്തെ പങ്കുവെക്കും, അവരുടെ നന്മയെ പറ്റി പറയും, അവരുടെ ഇഷ്ടത്തെ സംബന്ധിച്ച് പറയും. ഇന്ന ഭക്ഷണം അവനക്കേറെ ഇഷ്ടമായിരുന്നു, ഈ ഭക്ഷണം കാണും ഇപ്പോഴും ഞാൻ അവനെ ഓർക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകാൻ അവനേറെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇന്നയിടത്തേക്ക് യാത്ര ചെയ്യാൻ അവനേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നിങ്ങനെയുള്ള പല അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ നന്മകളൊക്കെ ആയിരിക്കും അവർ പറയുക. എന്തുകൊണ്ടാണത്? ആ അനുഗ്രഹം എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇവരെന്നെന്നും നമ്മുടെ
കൂട്ടത്തിലുണ്ട് എന്ന ഒരു വലിയൊരു തെറ്റിദ്ധാരണ. അതാണ് സൂറ ഫാത്തിറിലെ ഈ ആയത്ത് നമ്മെ കൊണ്ട് തിരുത്തിക്കുന്നത്. അവർ ഏത് ദിവസവും നിങ്ങൾ നഷ്ടമായേക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം അവർ കാണട്ടെ, നിങ്ങളുടെ ഏറ്റവും നല്ല സംസാരത്തിന് അവർ സാക്ഷികളാകട്ടെ. പ്രവാസം അനുഭവിച്ച ആളുകൾക്കറിയാം, അവര് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ മക്കളെയും സന്താനങ്ങളെയൊക്കെ കുടുംബത്തെയൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആ യാത്രയോട് അടുക്കുന്നതിനനുസരിച്ച് ഈ മക്കളോടും ഭാര്യയോടുമുള്ള അവരുടെ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. തൊട്ട് തലേ ദിവസമൊക്കെ എന്ത് വലിയ പോരായ്മ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായാലും മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവരതൊക്കെ പൊറുക്കും. അവരങ്ങേറ്റത്തെ ഹൃദയവിശാലതയുള്ള ആളുകളായിട്ട് മാറും. അതെന്തുകൊണ്ടാണ്? കുറച്ചു കാലത്തേക്ക് ഈ അനുഗ്രഹങ്ങൾ എനിക്ക് നഷ്ടമാകാൻ പോവാണ് എന്നൊരു ചിന്ത കൊണ്ടാണ്. ആ സമയത്ത് എത്ര വലിയ തെറ്റ് മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെ നല്ല രൂപത്തിൽ സൗമ്യമായി അവർ തിരുത്താൻ തയ്യാറാകും. അതേപോലെ തന്നെയാണ് ഒരുപാട് കാലത്തിന് ശേഷം തിരികെ വന്നാലും ഇതുപോലെ തന്നെയായിരിക്കും. കുറച്ച് ദിവസങ്ങൾ അവരുടെ ഭാഗത്ത് എത്ര വലിയ പോരായ്മയും സഹിക്കാൻ അവർ തയ്യാറാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഈ അനുഗ്രഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്കോ മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ശേഷമാണ് ഇവരെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, ഇവരുടെ സാന്നിധ്യം ഞാനൊന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വളരെ സൗമ്യമായിട്ട് അവർ പെരുമാറും. സത്യത്തിൽ കുറച്ചുകൂടി കാലം അവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. അവിടെ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടേത് തന്നെയാണ്, ഇവരെ പൂർണ്ണമായി നമ്മുടെ ഉടമസ്ഥതയിൽ എന്തോ ആണ്, ഇവരൊരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന തെറ്റിദ്ധാരണകൾ നമ്മെ ഗ്രസിക്കാൻ തുടങ്ങും. അപ്പോഴും വീണ്ടും നന്ദിയില്ലാത്തവരായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ നന്ദിയില്ലാത്തവരായി നാം മാറാതിരിക്കണമെന്നെങ്കിൽ ആ അനുഗ്രഹം നമുക്ക് നൽകിയത് അള്ളാഹുവാണ്, അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ മക്കളെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്ക് ലഭിച്ച ഏത് അനുഗ്രഹവും ഇതുപോലെ തന്നെയാണ്. അതിന്റെ ഉടമസ്ഥൻ ഒരിക്കലും നാമല്ല, അത് ഏത് ദിനവും അത് നമ്മിൽ നിന്ന് അകറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം നന്ദിയുള്ളവരായി താഴ്മയുള്ളവരായി അതിനെ അനുഭവിക്കാനും അതിനെ വിലമതിക്കാനും അതിനെ അംഗീകരിക്കാനും നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇത് നമ്മുടേതാണ് എന്ന തെറ്റിദ്ധാരണ വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവരെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. പലരുമായിട്ട് നമ്മൾ അവരെ തുലനം ചെയ്യും. ചിലപ്പോൾ സ്വന്തം മക്കൾക്കിടയിൽ തന്നെ ആർത്ഥത്തിലുള്ള താരതമ്യം ചെയ്യുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ മറ്റുള്ളവരുടെ മക്കളുമായിട്ട് അവരെ താരതമ്യം ചെയ്യും. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ഫാത്തിറിൽ ഇവിടെ ഓതി വെച്ച ആയത്ത് കഴിഞ്ഞ തൊട്ടുടനെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് സമുദ്രങ്ങളെ സംബന്ധിച്ചാണ്. വമാ യസ്തവിൽ ബഹ്റാൻ, രണ്ട് സമുദ്രങ്ങൾ ഒരിക്കലും ഒരുപോലെയല്ല. ഹാദാ അസ്ബുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. ഒന്ന് ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രമാണെങ്കിൽ മറ്റൊന്ന് ശുദ്ധജലത്തിന്റെ ജലാശയങ്ങളാണ്. അവ രണ്ടും ഒരിക്കലും സമമാവുകയില്ല എന്ന് ഖുർആൻ പറയാണ്. അതിനുശേഷം അവ രണ്ടിന്റെയും അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ തൊട്ടുടനെ ആയത്തുകളിൽ സൂര്യനെ സംബന്ധിച്ചും ചന്ദ്രനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് ഇത് നമുക്ക് നൽകുന്ന ഒരാശയം? ഇതിന്റെ വരികൾക്കിടയിലൂടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ച് നൽകുന്ന ആ സന്താനങ്ങൾ എന്നുള്ളത് അവര് നിങ്ങളിൽ നിന്ന് തന്നെ ജനിച്ചാലും അവരൊരിക്കലും രണ്ടാളുകൾ ഒരുപോലെ ആവുകയില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ ധർമ്മങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ നന്മകളുണ്ട്. ആ നന്മകളെ കാണാനും അതിനെ വളർത്താനും നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഒരു സൂര്യനെ നാം ചന്ദ്രനുമായിട്ട് താരതമ്യം ചെയ്യാറില്ല, രണ്ടിന്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. പകലിനെ രാവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറില്ല, രണ്ടിന്റെ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അത് ഉപ്പുകടലിനെയും ശുദ്ധജലത്തെയും നമ്മൾ താരതമ്യം ചെയ്യാറില്ല, രണ്ടിനും അതിൻ്റെതായ നന്മകൾ ഈ ലോകത്തുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടമായി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മുടെ നിലനിൽപ്പ് അവതാളത്തിലാവും. ആ രൂപത്തിൽ നമ്മുടെ മക്കളിൽ ഓരോരുത്തർക്കും അവരുടേതായ ചില സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ആ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള, നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം. ഇസ്ഹാഖ് അലൈഹിസ്സലാമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നത് ബി ഗുലാമിൻ അലീം, അങ്ങേയറ്റം ജ്ഞാനിയായ ഒരു കുട്ടിയെ കൊണ്ടാണ് നിനക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്മായിൽ നബിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ പറഞ്ഞത് ബി ഗുലാമിൻ ഹലീം, അങ്ങേയറ്റം സഹനതയുള്ള അനുകമ്പയുള്ള ഒരു കുട്ടിയെ കൊണ്ട് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നുള്ളതാണ്. യഹ്യാ നബിയെ കുറിച്ച് സക്കീര നബിക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു ഗുണം പറഞ്ഞതായിട്ട് കാണാം. ഈസ നബിയെ കുറിച്ച് സന്തോഷ വാർത്ത മറിയം ബീവി അറിയിക്കുമ്പോൾ ഗുലാമൻ സക്കിയ, പരിശുദ്ധനായ ഒരു കുട്ടി എന്ന് പറഞ്ഞതായിട്ട് കാണാം. ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകളും പ്രത്യേകതകളും ഗുണങ്ങളും ഉണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് ഇസ്ഹാഖിനെയും അലീമല്ല ഇസ്മായിലിനെ പോലെ ഹലീമാക്കിയിട്ട് നൽകണം എന്നൊരിക്കലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയുന്നില്ല. കാരണം ഇസ്ഹാഖ് നബിയുടെ ദൗത്യമല്ല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്കുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ അർത്ഥത്തിൽ മക്കളെ പരിഗണിക്കാൻ നാം ശ്രദ്ധിക്കണം.
ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരെ പരലോകത്തേക്കുള്ള ഒരു നിക്ഷേപമായി കാണാൻ നമ്മൾ തയ്യാറാകണം. അവർ നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിലാണ് വിശ്വാസികൾ മക്കളെ കാണേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറ ബഖറയിലെ 223 ആയത്തിൽ സന്താനോൽപാദനം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇണകളെ സമീപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഖുർആൻ പറഞ്ഞത് പ്രയോഗം വഖദ്ദിമൂ ലി അൻഫുസിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വരാനിരിക്കുന്ന ദിനങ്ങൾക്ക് വേണ്ടി നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ മുൻകൂട്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ സന്താനങ്ങളെ വിശ്വാസികൾ കാണേണ്ടത് ഒരു നിക്ഷേപമായിട്ടാണ്. അവരുടെ പരലോകത്തേക്കുള്ള ഒരു നിക്ഷേപമായിട്ട് സന്താനങ്ങളെ കാണാൻ കഴിയണം. കാരണം നമ്മുടെ തർബീയത്തിലൂടെ വളരുന്ന ഒരു കുട്ടി ആ നമ്മുടെ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തുകൾ, ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, അതിന്റെയൊക്കെ പ്രതിഫലനം നമ്മുടെ ഖബറിലേക്കും എത്തും എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനം. ഇസ്മായിൽ നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. സാധാരണഗതിയിൽ ഇസ്മായിൽ നബി എന്നൊരു കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കേൾക്കാറ്. പക്ഷേ വളർന്ന് വലുതായി സ്വന്തം മക്കളെയും കുടുംബത്തെയും അവരോട് ആജ്ഞാപിക്കുന്ന, അവരെ നന്മയിലേക്ക് നയിക്കുന്ന, അവർക്ക് നസീഹത്ത് നൽകുന്ന ഒരു ഇസ്മായിൽ നബിയെ കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ ഇബ്രാഹിം നബിയിലൂടെ വളർന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇനി ഒരു വരും തലമുറയെ കൂടി വാർത്തെടുക്കാൻ വളർന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ അതിന് പ്രാപ്തി നേടിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രതിഫലം മുഴുവനും പോകുന്നത് ഇബ്രാഹിം നബിക്കാണ്. ഇബ്രാഹിം നബിയുടെ ആ നിക്ഷേപം വിജയിച്ചിരിക്കുന്നു വേണം കാണാൻ. പിന്നീട് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് തന്നെയാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ഹാഖ് നബിയുടെ സന്താനങ്ങളിൽ നിന്നാണ് യാക്കൂബ് നബി ഉണ്ടാകുന്നത്. പിന്നീട് ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയൊരു നിക്ഷേപമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലം അദ്ദേഹത്തിന് നന്മ ലഭിക്കുന്ന രണ്ട് സ്രോതസ്സുകളാണ് ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ എന്നെന്നും ഈ ലോകത്ത് നമുക്ക് നന്മ വരുത്തുന്ന ഒരു സ്രോതസ്സായി, നന്മയുടെ സ്രോതസ്സായി, പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായി മക്കളെ കാണാൻ, സന്താനങ്ങളെ കാണാൻ നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊക്കെയും ഒരു നന്മയും ഇബാദത്തുകളുമായിട്ട് മാറുക. പരലോകത്ത് പരാജിതരാകുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറത്തു ശുആറയിൽ പറയുന്നുണ്ട്, വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനസ്സുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫിയ്യ. അവർക്ക് മുന്നിൽ ഇങ്ങനെ നരകം വെളിവാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. അങ്ങേറ്റ നിന്ദ്യതയിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് അന്ന് മുഅ്മിനീങ്ങൾ പറയും, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. ഇന്നത്തെ നഷ്ടമാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തെ നഷ്ടപ്പെട്ടവരെ മാത്രമല്ല, ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം, സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട ആളുകളാണ്. കാരണം ആ കുടുംബം, ആ സന്താനം, ആ ഭാര്യ മക്കളൊന്നും അവർക്ക് പരലോകത്ത് ഒരു വിധത്തിലും പ്രയോജനപ്പെട്ടിട്ടില്ല. മുനാഫിഖീങ്ങളെ സംബന്ധിച്ചും കാഫിരീങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅ. അവരുടെ സമ്പത്തോ അവരുടെ സന്താനങ്ങളോ അവർക്ക് പരലോകത്ത് ഒരർത്ഥത്തിലുള്ള പ്രയോജനവും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിതിൽ നിന്ന് നേരെ വിപരീതമായിരിക്കും. അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും അവർക്ക് പരലോകത്തൊരു മുതൽക്കൂട്ടായിട്ട് മാറും. അങ്ങനെ നമ്മുടെ മക്കളെ മാറ്റാൻ നാം ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്വപ്നം നമുക്കുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വെറും പ്രാർത്ഥനയും ആർത്ഥത്തിലുള്ള ആഗ്രഹവും സ്വപ്നവും മാത്രം പോരാ. അവരോടുള്ള കടമകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് ആർത്ഥത്തിൽ സാധ്യമാവുകയുള്ളൂ എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഉത്തരവാദിത്തം ആരംഭിക്കുന്നത് സന്താനത്തെ ആഗ്രഹിക്കുന്നത് മുതൽക്ക് ആ ഉത്തരവാദിത്തം ആരംഭിക്കുന്നുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതിയ അഹദഹു അഹ്ലഹു ഖാൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്താൻ വജന്നിബ് അശ്ശൈത്താന മാ റസഖ്തനാ. ആരെങ്കിലും തന്റെ ഇണയെ സമീപിക്കുമ്പോൾ അവർ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ അകറ്റണമേ, ഞങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന സന്താനത്തിൽ നിന്നും നീ പിശാചിനെ അകറ്റണമേ. എത്രമാത്രം ആത്മീയമായ ഒരു കാര്യമാണ് സന്താന ലബ്ധിയും അതിനുവേണ്ടിയുള്ള ശ്രമവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിലൂടെ നമുക്ക് കൊടുത്തെടുക്കാൻ മനസ്സിലാക്കാനും കഴിയും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഏറ്റവും വലിയൊരു ആത്മീയ പ്രവർത്തനമാണ് സന്താനങ്ങൾ ആഗ്രഹിക്കുക. ആ അർത്ഥത്തിൽ അവരെ പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ ആ സന്താനങ്ങളെ വാർത്തെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇബാദത്താണ്. ആ അർത്ഥത്തിൽ തന്നെ അതിനെ കാണാൻ, ആ ഒരു നന്മയായി അതിനെ കാണാൻ അവർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, ഗർഭം ധരിക്കുമ്പോഴും നമുക്ക് ഒരുപാട് അർത്ഥത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. പല വിധത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് ഗർഭകാലം എന്നുള്ളത്. അത് പല രീതിയിലും പോസിറ്റീവായും നെഗറ്റീവായും ആ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളതാണ് ആ മാതാവിന്റെ ചിന്തകൾ. ആ ഉമ്മയോട് ഉപ്പ ചെയ്യുന്ന പ്രവൃത്തികൾ, ഉപ്പയുടെ വർത്തമാനങ്ങൾ, ഇതൊക്കെയും ആ കുഞ്ഞിനെയും ബാധിക്കും എന്ന് ഇന്ന് പല രൂപത്തിലുള്ള പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മാതാവിന് ഏറ്റവും വേണ്ടത് സ്വസ്ഥതയാണ്, സമാധാനമാണ്, സന്തോഷമാണ്, തൃപ്തിയാണ് എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ വേണ്ടതുണ്ടോ അതൊക്കെയും ചെയ്തു കൊടുക്കാൻ പിതാവായ ഈ ഭർത്താവ് അതിന് ഉത്തരവാദിയാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കാണ് ഇതൊന്നും ദീനിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, ഇതൊക്കെ ഇന്ന് വന്ന ചില ആളുകൾ പുതുതായിട്ട് ചർച്ച ചെയ്തതാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഒരു ഭാര്യ ആഗ്രഹിക്കുകയാണ്, എനിക്ക് എന്റെ ഭർത്താവ് അവസാന സമയം വരെ എന്റെ കൂടെ വേണം എന്നൊരു ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് കൂടെ നിൽക്കാൻ ബാധ്യസ്ഥനാണ് എന്നിവരെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോഴേ നാട്ടുനടപ്പിന്റെ പേരിലോ മറ്റു ചില ആചാരങ്ങളുടെ പേരിലോ ആ ഭാര്യയെ ഒറ്റക്ക് നിർത്താൻ, അകറ്റി നിർത്താൻ ഒരിക്കലും ഒരു വിശ്വാസി തയ്യാറാകരുത്. ഇത്തരം ഘട്ടങ്ങളിൽ അവർ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ദീനിനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ്. പടച്ചവൻ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ മൂല്യങ്ങൾക്കാണ്, ബന്ധങ്ങൾക്കാണ്, അനുഗ്രഹങ്ങൾക്കാണ് നാം പ്രാധാന്യത കൽപ്പിക്കേണ്ടത് നാം തിരിച്ചറിയണം. അതോടൊപ്പം അള്ളാഹു നമുക്ക് നൽകുന്ന ഈ കുഞ്ഞ് എന്നുള്ളത് അതൊരു ക്ലിയർ പേജാണ്, ബ്ലാങ്ക് പേജാണ്. അതിൽ എന്ത് വരക്കണം എന്നുള്ളത് നമ്മളാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാണ് അവരെ പല രൂപത്തിലും സ്വാധീനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ആ പ്രകൃതിയെ പിന്നീട് പല രൂപത്തിലും അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത് അവരുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ സംസാരമാണ്, അവരുടെ ചിന്താഗതികളാണ്, അവരുടെ പ്രവൃത്തികളാണ്, സംസാരങ്ങളാണ്, അതുകൊണ്ട് ഇടപെടലുകളാണ്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അങ്ങേറ്റ സൂക്ഷ്മതയോടുകൂടി മാത്രമേ അവരുമായിട്ട് ഇടപെടാൻ കഴിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വലിയൊരു ആബിദായിരുന്ന സഹാബിയോട് പറയുന്നുണ്ട്, ഇന്നലി വലദിക അലൈക ഹഖ, നിനക്ക് നിന്റെ സന്താനത്തോട് ബാധ്യതയുണ്ട് കേട്ടോ. ഇതാരോടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനില്ലാത്ത ആളോടല്ല, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു ഇത് പറഞ്ഞതെന്ന് കാണാൻ കഴിയും. അദ്ദേഹം എല്ലാ ദിവസവും നോമ്പ് നോൽക്കും, രാത്രി മുഴുവൻ ഇരുന്ന് ഖുർആൻ പാരായണവും നമസ്കാരവും. ഇതിനെപ്പറ്റി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എനിക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ, വലിയ നന്മയായി കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പ്രവാചകനെ പറഞ്ഞു, നീ ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുത്താൽ മതി, കാരണം നിനക്ക് നിന്റെ ഭാര്യയോട് ചില ഉത്തരവാദിത്തമുണ്ട്. നീ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർത്താൽ മതി, കാരണം നിനക്ക് നിന്റെ മക്കളോട് ചില ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എനിക്ക് അങ്ങനെ കഴിയില്ല, എനിക്ക് അതിനേക്കാൾ നന്മ ചെയ്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൂട്ടി അവസാനം പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം നോമ്പ് നോൽക്കുക, ഒരു ദിവസം നോമ്പെടുക്കാതിരിക്കുക, ഒരാഴ്ച കൊണ്ടെങ്കിലും ഖുർആൻ പൂർത്തീകരിക്കുക. അതല്ലാതെ ഒരു ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും ഖുർആൻ പൂർണ്ണമായിട്ട് ഓതരുത്. കാരണം ഇന്നലി വലദിക അലൈക ഹഖ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, നിന്റെ മക്കളോട് നിനക്ക് ചില ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയോട് വഇന്നലി സൗജിക അലൈക ഹഖ, നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. അപ്പോ ദീനിന്റെ പേരിൽ പോലും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താതിരിക്കുക എന്നുള്ളത് വലിയ തെറ്റാണെങ്കിൽ, മറ്റു ചില കാരണങ്ങൾ കൊണ്ട് മക്കളുമായിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഭാര്യമാരുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നത് എത്ര മാത്രം ഗുരുതരമായ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമ്മൾ തീരുമാനിക്കണം. അലി റളിയല്ലാഹു അൻഹു 3 രൂപത്തിൽ മക്കളോടുള്ള നമ്മളെ ബന്ധത്തെ വേർതിരിക്കുന്നുണ്ട്. 1 7 വയസ്സ് വരെയുള്ള ബന്ധം, 2 14 വയസ്സ് വരെയുള്ള ബന്ധം, 3 21 വയസ്സ് വരെയുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളും 3 അപ്രോച്ചുകളും വ്യത്യസ്തമായിരിക്കണം, വ്യത്യസ്ത രൂപത്തിലായിരിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 7 വർഷത്തെ ബന്ധമാണ് എന്നുള്ളതാണ്. കാരണം ആ സമയത്താണ് ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസം സംഭവിക്കുന്നത്, അവിടെയാണ് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണം സംഭവിക്കുന്നത്, അവിടെയാണ് ആ കുട്ടി ആരായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ കുട്ടിയെ അവഗണിച്ചു കഴിഞ്ഞാൽ
പലതും അവിടെ രേഖപ്പെടുത്തപ്പെടും. പലതും ആ കുട്ടി കാണുകയാണ്, പലതും ആ കുട്ടി കേൾക്കുന്നു. അതൊക്കെയും വളരെ മോശമായിട്ട് ആ കുട്ടിയെ ബാധിക്കാൻ സാധ്യത വളരെ വിശദമായിട്ട് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി വലദിക അലൈക ഹഖ്ഖ കമാ അന്നലക അലൈഹി ഹഖ്ഖ. ഒരു സന്താനത്തിന് അതിന്റെ മാതാപിതാക്കളോട് ഉത്തരവാദിത്തമുള്ളതുപോലെ തന്നെ അതേ രൂപത്തിൽ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിലുമുണ്ട്, അതേ ഗൗരവത്തിൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവർക്ക് നല്ല പേര് വെക്കുക എന്നുള്ളതാണ്. അർത്ഥമില്ലാത്ത പേരുകൾ, ഒരർത്ഥത്തിലുള്ള അർത്ഥവുമില്ല, അതല്ലെങ്കിൽ വളരെ മോശമായ അർത്ഥമുള്ള പേരുകൾ, ഈ രൂപത്തിൽ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നമ്മൾ പേര് വെക്കരുത്. പേര് വെക്കുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്. വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ അതിന്റെ പിന്നിൽ നമുക്കുണ്ടാകണം. നമുക്കുണ്ടായാൽ മാത്രം പോരാ, ആ പേരിന് പിന്നിലുള്ള രഹസ്യവും എന്തിനാണ് നിനക്ക് ആ പേരിട്ടതെന്നും ആ കുട്ടിയെ ബോധ്യപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സൂറ മറിയമിൽ മറിയം അലൈഹിസ്സലാം ഈസ നബിയെ പേറിക്കൊണ്ട് തന്റെ സമൂഹത്തിലേക്ക് വന്ന സമയത്ത് അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അവിടെയുള്ള ആളുകൾ, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഓ ഹാറൂണിന്റെ സഹോദരി, നിന്റെ ഉമ്മയും വാപ്പയും ഇത്ര മോശക്കാരായിരുന്നില്ലല്ലോ, നീ ഇപ്പം ഏതോ ഒരു സന്താനവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താണ്. അവിടെ അവർ പ്രയോഗിച്ചൊരു പ്രയോഗം യാ ഉഖ്ത ഹാറൂൻ, ഹാറൂണിന്റെ സഹോദരിയെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മറിയം ബീവിക്ക് അങ്ങനെ ഹാറൂൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരതിലൂടെ ഉദ്ദേശിച്ചത്, നിന്റെ വാപ്പയും ഉമ്മയും മറിയം എന്ന പേര് നിനക്കിട്ടത് പണ്ട് മൂസ അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് ജീവിച്ചു പോയ ആ അവരുടെ സഹോദരിയായ മറിയമിനെ അങ്ങനെയുള്ളൊരു മറിയമായിട്ട് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ നീ ഇങ്ങനെ ഒരു പ്രവൃത്തിയാണല്ലോ ചെയ്തിരിക്കുന്നത് എന്നതാണ്. ആ ആയത്തിന് വിശദീകരിക്കും ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ, അബൂബക്കർ എന്ന് പേരിടുമ്പോൾ, ഉമർ എന്ന് പേരിടുമ്പോൾ, സഅദ് ബിൻ അബീ വഖാസ് എന്ന് പേരിടുമ്പോൾ, അബ്ദുള്ള എന്ന് പേരിടുമ്പോൾ ആ പേരിന് പിന്നിലുള്ള രഹസ്യം എന്താണ്, എന്തിനാണ് ആ പേര് നിനക്ക് കെട്ടിയിരിക്കുന്നത് എന്നതുകൂടി അവരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്നത് തീർച്ചയായും അവരിൽ വലിയ രൂപത്തിലുള്ള സ്വാധീനം സൃഷ്ടിക്കും എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ, ആ അനുഗ്രഹത്തെ കൃത്യമായി വിലമതിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇനി നമുക്ക് അറിയാനുള്ളത് ഏത് രൂപത്തിലാണ് അവരുമായി ഇടപഴകേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ പറയാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം അനുഗ്രഹങ്ങളെ, പരീക്ഷണങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന മക്കൾ എന്നുള്ളത് പരീക്ഷണം കൂടിയാണ്. ആ പരീക്ഷയിൽ വിജയിക്കാൻ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ.